കുറേ വസ്തുതകൾ അവരവിടെ ചിലതൊക്കെ നടപ്പിലാക്കി. ഒരു മതത്തിൽപ്പെട്ടവരെല്ലാം പ്രത്യേകം നികുതി കൊടുക്കണം എന്നുവരെ വലിയ ഭരണാധികാരികൾ, അവരെയൊക്കെയാണ് നമ്മൾ മഹാന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ ആവശ്യത്തിലേക്ക് പോകുന്നില്ല, അതല്ല ചരിത്രം. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ആസ്പദമാക്കിക്കൊണ്ടുള്ളതായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇപ്പോഴും വേണ്ട പോലെ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റ് ദർശനങ്ങളും ഇവയെല്ലാം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, സംസ്കൃത ഭാഷയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത ആളുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ചരിത്രമെല്ലാം പടച്ചുവിട്ടത്. അത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവർ ചരിത്രമാണെന്ന് പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ആധികാരികമാണെന്ന് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ചരിത്രം ഒക്കെ ഇവിടെ നിർമ്മിതമായതും ഭാരതീയമായ എന്തിനേയും ഒരു രണ്ടാം കിടയല്ല മൂന്നാം കിടയായിട്ട് തന്നെ മാറ്റി നിർത്തുന്നതായ ഒരു സ്വഭാവവും ആ ചരിത്ര വീക്ഷണത്തിന് കൈവന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. സാധാരണ നമ്മുടെ സംസ്കൃത നാടകങ്ങളിലൊക്കെ പറയപ്പെടുന്ന ഒരു നമുക്ക് പരിചിതമായ ഒരു വാക്കാണ് യവനിക എന്നുള്ളത്. കർട്ടൻ. നമ്മുടെ സാധാരണ നാടകങ്ങളിലൊക്കെ കർട്ടൻ തൂക്കിയിടാറുണ്ടല്ലോ. യവനിക എന്നാണ് അതിന് സംസ്കൃതത്തിൽ പേര്. ഈ യവനിക എന്നുള്ള ഈ പദം യവനൻ എന്ന ഗ്രീക്കുകാരുടെ ബന്ധത്തോടുകൂടി ഉണ്ടായതാണ് എന്നുവരെ ചില വിദ്വാൻമാര് എഴുതി വച്ചിട്ടുണ്ട്. ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രാചീന ഗ്രീക്ക് സംസ്കാരത്തിൽ നാടകങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. പലരുടെയും പല പ്രസിദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓപ്പൺ എയർ തിയേറ്ററാണ്. അവിടെ ഒരിക്കലും അവിടെ കർട്ടൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ യവന ശബ്ദം ഗ്രീക്ക് പര്യായമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു കാലയവനനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ കാലയവനൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, അതായത് വൈദികമായ മാർഗത്തിന് വിരോധമായി, വൈദികം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഭാരതീയമായിട്ടുള്ള ആ ഒരു സമ്പ്രദായത്തിന് വിരോധമായ രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ സീമാപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു യവനൻ, കാലയവനൻ എന്നാണ് പേര്. അത് ഗ്രീക്കാണ് എന്ന് വരെ തെറ്റിദ്ധരിച്ച് പറയുന്ന കൂട്ടരുണ്ട്. ഇരിക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് ഈ യവന ശബ്ദത്തിൽ നിന്നുമാണ് ഈ യവനിക എന്നുള്ള കർട്ടൻ വന്നത് എന്നുവരെ തെറ്റായ അപക്വമായ അബദ്ധമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ചരിത്രത്തിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അതൊക്കെ ആധികാരികമാണെന്ന് പേര് പറയുമ്പോൾ ഇൻ്റർനെറ്റ്സ്, അതുപോലെ മക്ഡൊണാൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രബുദ്ധന്മാർ. ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുള്ളത് ഇവർക്കൊന്നും, അതിൽ 1-2 പേരൊഴികെ, മാക്സ് മുല്ലർ ഒഴികെ ബാക്കി ആർക്കും തന്നെ സംസ്കൃത ഭാഷ അവരാരും അറിഞ്ഞിരുന്നില്ല. അവരെല്ലാം സെക്കൻഡറി അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ളതായ സോഴ്സസിനെയൊക്കെയാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഇപ്പം ഋഗ്വേദത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഋഗ്വേദം എന്താണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം. അതിന് ഭാഷ അറിയണം, സംസ്കൃത ഭാഷ അറിയണം, വൈദിക ഭാഷ എന്തായിരുന്നു എന്നും അറിയണം. എങ്കിൽ ഋഗ്വേദത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയും. റോമിലാത്താപ്പർ എന്ന വിഖ്യാത ചരിത്രകാരി അവരുടെ ആ ഒരു പരിമിതി അവർ പറയുന്നുണ്ട്. സംസ്കൃത ഭാഷ എനിക്കറിയില്ല എന്ന് തന്നെ.
അപ്പം തന്നെ അവർ ആ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ടാണ് അവരൊരു ചരിത്രം എഴുതി വിടുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ ഈ മുഹൂർത്തം 3 പകർത്തിയിടുമ്പോൾ, അല്ല, ഗ്രന്ഥം 3 പകർത്തുമ്പോൾ മുഹൂർത്തം, എന്താ പറയുക, മുഹൂർത്തം എന്നുള്ളത് മൂത്രമായിടും എന്നാണ്. മുഹൂർത്തം എന്നുള്ളതിലെ ആ നടുക്കുള്ള അക്ഷരം ഇല്ലാതാവും, മൂത്രമെന്ന് വരും. അപ്പോൾ ഇത്തരത്തിൽ സെക്കൻഡറി ടേർഷ്യറി ആയിട്ടുള്ള സോഴ്സ് ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം പലതുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊക്കെ ചരിത്രം പഠിച്ചിരുന്നത്. പകരം നമ്മൾ പ്രസിദ്ധനായ ലോകമാന്യ തിലകൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കുട്ടികളോട് പോലും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് തിലകൻ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം കണ്ണുമിഴിച്ചു നോക്കി. കാരണം അവർക്കറിയാവുന്ന ഒരേ ഒരു തിലകൻ സിനിമ ഇതിലുള്ള തിലകൻ മാത്രമാണ്. നമ്മുടെ അപചയമാണത്. ലോകമാന്യ തിലകൻ എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ പൗരസ്ത്യ ചരിത്രം മുഴുവനും ഭഗവത്ഗീതയും മറ്റ് വേദങ്ങളും എല്ലാം ആസ്പദമാക്കി അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത ഒന്നും തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഇതിലുമില്ല, അല്ലാതെയുമില്ല എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കാലഗണനയെക്കുറിച്ച്. ലോകമാന്യ തിലകൻ ശ്രദ്ധിക്കുക, മറ്റേ രാജ്യദ്രോഹ കുറ്റത്തിന് മാൻഡലെ, അതായത് ഇന്നത്തെ ബർമ്മ, ആധുനിക മയന്മാർ, ആ മാൻഡലെ ജയിലിൽ കൊടും ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് അദ്ദേഹം ലോകമാന്യ തിലകൻ ഗീതാരഹസ്യം എന്ന തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥം ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം രചിക്കുന്നത്. ഇതൊന്നും ചരിത്രത്തിൽ ഇന്നില്ല. ചരിത്രത്തിൽ ചരിത്രപുരുഷന്മാരായി വരേണ്ടവരെല്ലാവരെയും ഫുട് നോട്ടായിട്ട് പോലും നമ്മുടെ ആധുനിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഫുട് നോട്ടായിട്ട് പോലും വരാൻ യോഗ്യതയില്ലാത്തവരെയൊക്കെയാണ് നമ്മൾ മഹാന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ശരിയായ ചരിത്രം പഠിക്കണം. ശരിയായ ചരിത്രം പഠിക്കണമെങ്കിൽ ഇതിഹാസ പുരാണങ്ങൾ ഇവയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. അതിവിസ്തൃതമായ ഒരു സാഹിത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. വേദങ്ങൾ തുടങ്ങി വേദസംബന്ധിയായ ശിക്ഷ, വ്യാകരണം, കൽപ്പം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം എന്നീ വേദാംഗങ്ങളും അവയുടെ ഉപവേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും സൂത്രങ്ങൾ, ഗൃഹ്യസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ശ്രൗതസൂത്രങ്ങൾ, അതായത് വേദങ്ങൾ, യാഗങ്ങളൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളതിനെയൊക്കെ നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരുന്ന ശ്രൗതസൂത്രങ്ങൾ, ശുൽബസൂത്രങ്ങൾ, കണക്കുകളാണ്. യാഗവേദി എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത്. ഇങ്ങനെ അതിവിപുലമായ വൈദിക സാഹിത്യം. അതിനുശേഷം രാമായണം, മഹാഭാരതം മുതലായ ഇതിഹാസങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, എണ്ണിയാലടങ്ങാത്ത കാവ്യങ്ങൾ. ഇങ്ങനെ ഒരു പക്ഷേ ലോകത്തിൽ ഇപ്പോഴും പല ഗ്രന്ഥങ്ങളും ഇപ്പോഴും ചുവടികളിലായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. എത്രയോ പേര് കടത്തിക്കൊണ്ട് പോയിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്നതായ നാം ആരോ പടച്ചുവിട്ട ചരിത്രമൊക്കെയാണ് നാം പഠിക്കുന്നതും അതൊക്കെയാണ് വാസ്തവമെന്ന് ധരിക്കുന്നതും. ഞാൻ ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ഈ പാരമ്പര്യത്തിൽ വരുന്നവർ പറയുന്നതിനെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൈദിക ഗണിതം എന്നൊരു വേദിക് മാത്തമാറ്റിക്സ് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വേദങ്ങളിൽ ഗണിതമുണ്ട്. അത് ഏകദേശം ഒരു 130 കൊല്ലം മുമ്പ് പുരിയിലെ ഗോവർദ്ധന പീഠത്തിലെ ആചാര്യനായിരുന്ന ഭാരതീ കൃഷ്ണതീർത്ഥ എന്ന മഹാപണ്ഡിതനാണ് അത് രചിച്ചത്. ആ വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ളത് ആധികാരികമായിട്ട് സമർത്ഥിക്കുന്നു. ഇത് കണക്കുമല്ല, ഇത് വേദവുമല്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ ഒരു 10-30 കൊല്ലം മുമ്പ് ഇവിടെ പറഞ്ഞ് നടന്നിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ മിണ്ടായിട്ടിരിക്കുകയാണ്. കാരണം അതല്ല എന്ന്
വേദിക് മാത്തമാറ്റിക്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് വാസ്തവമെന്ന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ അംഗീകരിക്കണമല്ലോ. ഖദർ പോലും വിദേശ നിർമ്മിതമാണെങ്കിൽ നല്ലതെന്നാണല്ലോ നമ്മുടെ ആൾക്കാർ പറയുന്നത്. നമ്മുടെ ഖദറല്ല, ഈ ഖദർ വിദേശത്തിൽ നിർമ്മിച്ചാൽ അത് വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നത്തെ വിഷയം ഇത് ക്ലാസ് എടുക്കാൻ ഇവിടെ ആചാര്യൻ്റെ ശിഷ്യന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുലദേവതയെ കുറിച്ചാണ്. കുലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാചീന സങ്കല്പത്തിൽ പ്രാചീന നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ വേദങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത് ഗോത്രം എന്ന പേരിലാണ്. ഓരോ ഗോത്രം അത് രക്തബന്ധം കൊണ്ടുള്ള ഒരു സമൂഹമാവാം. അതോടൊപ്പം തന്നെ സമാനമായ ചിന്തയോടുകൂടി ചേർന്ന് നിൽക്കുന്ന രക്തബന്ധമില്ലാത്തതായ സമൂഹങ്ങളും ആവാം. ഗോത്രം എന്നാണ് പറയുക അതിന് പ്രാചീന ഇതിൽ പറയുന്നത്. ഇപ്പോഴും ഈ ഗോത്രം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുക, ഗോത്ര വിഭാഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഗോത്രം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് വാസ്തവത്തിൽ. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ഗോത്രത്തിൽ പെടുന്നവരാണ്. കാരണം ഒരു നിശ്ചിതമായ ലക്ഷ്യത്തിന് വേണ്ടി, അത് സാധിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ഒരു കൂട്ടായ്മ, ഇന്നത്തെ ആധുനിക ഇതിൽ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിംഗ് നടത്തുകയാണ്. അതാണ് ഒരു ഗോത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയെല്ലാം ആരാധിച്ചിരുന്നതായ എത്ര സമയം? അരമണിക്കൂർ. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയെല്ലാം ഈ വേദമന്ത്രങ്ങളിൽ സാക്ഷാത് ബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ വിഭിന്നമായ വൈഭവങ്ങളായി അംഗീകരിച്ചുകൊണ്ട്, അതായത് സൂര്യൻ, അഗ്നി, വരുണൻ, ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ വൃഷ്ടി ദേവതയാണ്, മഴ പെയ്യ്ക്കുന്നവനാണ് ഇന്ദ്രൻ. വരുണൻ എന്ന് പറഞ്ഞാൽ ജലദേവതയാണ്. സൂര്യൻ നമുക്കറിയാം, നമ്മുടെ ഈ ബാഹ്യപ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യൻ. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ദേവതാരൂപമായി സങ്കല്പിച്ചുകൊണ്ട് അവർക്കെല്ലാം ഓരോ പേര് കൊടുത്തുകൊണ്ട് അവരുടെ ഓരോ കർമ്മവും ധർമ്മവും ഇന്നതാണെന്ന് വ്യവഹരിച്ചു കൊണ്ടുള്ളതായ ഒരു ആരാധനാക്രമം നിന്നിരുന്നു. പിന്നീട് അത് പൗരാണികമായ ദേവതകളായി അത് ഐക്യപ്പെട്ടു. പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന പ്രസിദ്ധമായ 3 ദേവതയുടെ ഗ്രൂപ്പിലാണ് പിന്നെ ഉള്ള നേരത്തെ പറഞ്ഞ എല്ലാം. ആദിത്യന്മാർ എന്ന് പറയുന്ന ഗ്രൂപ്പ്, 12 ആദിത്യന്മാർ എന്ന് പറയുന്ന, സൂര്യ നമസ്കാരത്തിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. മിത്രായ നമഃ, രവയേ നമഃ എന്നൊക്കെ പഠിച്ചു കാണും. ഇതെല്ലാം വിഷ്ണു ഗണത്തിൽ. രുദ്രന്മാർ, 11 രുദ്രന്മാർ, 11 രുദ്രന്മാർ എന്നുള്ളത് ശിവഗണത്തിലും. നാം ഇന്ന് നമ്മുടെ ആരാധനാക്രമത്തിൽ ആദ്യ പൂജ നാം നടത്തുന്ന ആ ഗണപതി എന്ന് പറയുന്ന, ആ ബ്രഹ്മണസ്പതി എന്ന് പറയുന്ന ഗണപതി ബ്രഹ്മഗണത്തിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റീഗ്രൂപ്പിംഗ് പൗരാണിക കാലത്തിൽ നടന്നു. അതോടൊപ്പം തന്നെ അവതാരങ്ങളായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നൃസിംഹൻ മുതലായ ദേവതകളുമെല്ലാം ഈ 3 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു ആരാധനാക്രമം വന്നു. പിന്നീട് ഇതിൻ്റെ ഒരു പുനഃക്രമീകരണം നടത്തുന്നത് നമ്മുടെ നാം എന്നും സ്മരിക്കേണ്ട ഇന്നത്തെ സനാതനധർമ്മം ഇന്ന് നിലനിൽക്കുന്നതിന് ഏക കാരണമായ ജഗദ്ഗുരു ആദിശങ്കരൻ്റെ റീഗ്രൂപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പോഴത്തേക്കും കാലം വളരെ മാറി. മഹർഷിമാരുടെ കാലം മാറി, സന്യാസിമാരുടെ ഒക്കെ ഒരു വ്യക്തിപരമായ സാധനകളിലൂടെ വ്യക്തിപരമായ ഔന്നത്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ചുകൊണ്ടിരുന്നതായ ആ കാലമൊക്കെ മാറി. പിന്നീട് ശങ്കരഭഗവത്പാദരുടെ ആവിർഭാവത്തോടുകൂടി ഇതിന് വീണ്ടും ഒരു ക്രമീകരണം വന്നു. അങ്ങനെയാണ് ഷൺമതം
ഇന്നിപ്പോൾ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന ആരാധനാക്രമം, അതായത് ഗണപതി ഉപാസകന്മാരായ ഗാണപതന്മാർ, ശക്തി ദേവി ഉപാസകന്മാരായ ശാക്തന്മാർ, ശിവനെ ഉപാസിക്കുന്ന ശൈവന്മാർ, വിഷ്ണുവിനെ ഉപാസിക്കുന്ന വൈഷ്ണവന്മാർ, സൂര്യനെ ഉപാസിക്കുന്ന സൗരന്മാർ, സുബ്രഹ്മണ്യൻ എന്ന ദേവതയെ ഉപാസിക്കുന്ന കൗമാരം, ഇങ്ങനെ ഒരു 6 ഷൺമതം സ്ഥാപിക്കപ്പെട്ടതല്ല, ഒരു റീഗ്രൂപ്പിംഗ് നടന്നു. നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ മതിൽ കെട്ടുന്നു, ആവശ്യമില്ലാത്ത ഇതൊക്കെ പറയുന്നു. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൽ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്രമീകരണം നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു റീഗ്രൂപ്പിംഗ് വന്നു. പിന്നീട് അത് പ്രതിഷ്ഠ നേടി. ഇതിലാണ് നമ്മുടെ കുലദേവത ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നത്. ഒന്നുകിൽ ഈ 6 എണ്ണത്തിലും പെട്ട ഇതായിരിക്കാം. ഏത് രീതിയിലായാലും ആലോചിച്ച് നോക്കുക. അവരവരുടെ വീട്ടിലെ കുലദേവത എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. പലരും ഇവിടെ ഒന്ന് ചോദിക്കാറുണ്ട്, ശൃംഗേരി മഠത്തിൽ വന്ന്, ഞങ്ങളുടെ കുലദേവത ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാനാ പറ്റുക? നമുക്ക് പറയാനറിയാവും. നമ്മളാരും, ഞാൻ ഈ കവടി നിരത്തി ഒന്നും പറയുന്ന ആളല്ല, എനിക്കത് അറിയുമില്ല. അപ്പം ഞാൻ ചോദിക്കുക, ആരെങ്കിലും ബന്ധത്തിൽ കുറച്ച് പ്രായമായ 10, 75, 80 വയസ്സായ ആളുകൾ, ആരെങ്കിലും മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടവർ, അവരോട് ചെന്ന് ചോദിക്കുക എന്താണ് കുലദേവത എന്നുള്ളത്. അപ്പോൾ അപൂർവം ചിലർ പറഞ്ഞു കാണും, ഇന്നതാണ് നമ്മുടെ കുലദേവത എന്ന് പറയും. ഇന്ന സ്ഥലത്തെ ഇന്ന ക്ഷേത്രത്തിലെ ഒരു ദേവനാണ്, അല്ലെങ്കിൽ ശാസ്താവാണ്, അതല്ലെങ്കിൽ യക്ഷിയാണ്, പല ഇതുമുണ്ട്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണെന്നൊക്കെ പറയും. കുലദേവതകളെക്കുറിച്ചുള്ള സൂചനകൾ വാൽമീകി രാമായണത്തിൽ തന്നെയുണ്ട്. വാൽമീകി രാമായണം അപ്പോൾ പറയും, ഇത് എപ്പോഴാണ് എഴുതപ്പെട്ടത്, ആരെഴുതിയത് എന്നുള്ള ചോദ്യങ്ങളല്ല. ആരെഴുതിയതായ വാൽമീകി മഹർഷി എഴുതിയതാണ്. അതിൽ ശ്രീരാമൻ രംഗനാഥൻ, ശ്രീരംഗം എന്ന് പറയുന്ന പ്രസിദ്ധമായ ക്ഷേത്രം നിങ്ങൾ കേട്ട് കാണും. തമിഴ്നാട്ടിൽ കാവേരി നദി ഇരുവിഭാഗമായിട്ട്, അതായത് ശ്രീരംഗനാഥനെ 2 രീതിയിലും പ്രദർശനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഉഭയകാവേരി എന്ന് പറയും. അവിടെ വരുമ്പോഴേക്കും മൈസൂർ, കർണാടകത്തിൽ നിന്നും വരുന്ന കാവേരി ശ്രീരംഗം എത്തുമ്പോഴേക്ക് 2 കൈവഴികളായിട്ട് പിരിഞ്ഞ് ഇരുവശത്തു കൂടിയും ഈ ശ്രീരംഗ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് പിന്നീട് പോകുന്നത്, അഖണ്ഡ കാവേരിയായിട്ട് മാറുന്നത്. ആ ശ്രീരംഗത്തിലെ ശ്രീരംഗനാഥനെ തൻ്റെ കുലഗുരുവായിട്ട് സങ്കല്പിക്കുക. വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായ റെഫറൻസുകളുണ്ട്. ഈ കുലഗുരു, ഈ കുലദേവതാ സങ്കല്പത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത ഭക്തനായ വിഭീഷണനെ കൂടി ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്, രാമായണത്തിൽ പറയുന്നത്. ഇത് അപ്പോൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗോത്രങ്ങളിലെ ഓരോ മഹർഷിമാർ, ഗോത്രങ്ങളിൽ എല്ലാവരും ഓരോ മഹർഷിമാരുടെ സങ്കല്പത്തിൽ ഉണ്ടാകുന്നതാണ്. ആ മഹർഷിമാർ, അവർക്ക് ഒരു ദേവതയെ അവർ ഉപാസിച്ചിരുന്നു. അത് ഇഷ്ടദേവതയാവാം. പലർക്കും കുലദേവത ഇഷ്ടദേവതയാകണമെന്നില്ല. അതും നാം ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നു. എനിക്കിഷ്ടം ശ്രീകൃഷ്ണനാണ്, പക്ഷേ എൻ്റെ കുലദേവത അയ്യപ്പനാണ്, ശാസ്താവാണെന്ന് ചിലർ പറയാറുണ്ട്. ഏതായാലും സങ്കല്പം ഒന്നാണ്. പക്ഷേ കുലദേവതയെ ആ രൂപത്തിൽ മാത്രമേ നമുക്ക് ഉപാസിക്കാൻ പാടുള്ളൂ. അടുത്തത് സാക്ഷാൽ ജഗദ്ഗുരുവിൻ്റെ ജനനം കൊണ്ട് പവിത്രമായ ഈ കാലടിയിൽ ഇവിടെ നമുക്കെന്നും ഇവിടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശങ്കരാചാര്യസ്വാമികളുടെ കുലദേവതയാണ്. ഐതിഹ്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമുക്ക് ആ കഥയൊക്കെ അറിയാം. പ്രായമായ അമ്മയ്ക്ക് എന്നും പുഴയിൽ പോയി കുളിച്ച് വരാൻ അസൗകര്യം, അശക്തി, ശരീരത്തിന് സ്വാസ്ഥ്യമില്ലാത്തത് കൊണ്ട് തൻ്റെ യോഗശക്തി കൊണ്ട് ആചാര്യൻ ബാലശങ്കരൻ തൻ്റെ ആ നദിയെ തൻ്റെ ഇല്ലത്തിൻ്റെ തൊട്ടടുത്തേക്ക് അതിൻ്റെ പ്രവാഹത്തെ തിരിച്ചു വിട്ടു എന്നാണ്. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാം.
ആ വരുന്ന വഴിയിലായിരുന്നു ഈ ശ്രീകൃഷ്ണൻ. അങ്ങനെ ആ ദിവസത്തെ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണൻ ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ കുസൃതിക്കാരനാണല്ലോ. ശ്രീകൃഷ്ണൻ ചോദിച്ചു എന്നാണ് പറയുന്നത്, അപ്പൊ എൻ്റെ സ്ഥിതി എവിടെയാന്ന്. അങ്ങനെ ആ തിരിച്ചുവിട്ട വരുന്ന വഴിക്ക് ഇരുന്നതായ ശ്രീകൃഷ്ണനെ തൻ്റെ ഇല്ലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യാം. ശരിയാണോ ഇല്ലയോ എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ സയൻസ് കൊണ്ട് നമുക്ക് സാധിക്കാത്തതൊന്നും അല്ലല്ലോ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഈ പാശ്ചാത്യന്മാരൊക്കെ പറഞ്ഞ പോലെ ടൈം മെഷീൻ ഉണ്ടാവും. ആ ടൈം മെഷീനിൽ കയറി നമുക്ക് തിരിച്ചു പോകാം. ശങ്കരാചാര്യരുടെ കാലത്തിലേക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. ആ കാലത്ത് പോയി നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എന്തിനേയും ചോദ്യം ചെയ്യുന്ന വിദണ്ഡാവാദം എന്ന് പറയും. എന്തിനേയും ചോദ്യം ചെയ്യും. അങ്ങനെ അത് പാടില്ല. ഐതിഹ്യങ്ങളെ നാം വിശ്വസിക്കുന്നു. ഇതി ഇഹ ആസ, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ കുറച്ച് ആലങ്കാരികമായിട്ട് കുറെ കൂടുതൽ ചേർത്ത് കാണുമായിരിക്കാം. പക്ഷെ അതിൽ വാസ്തവത്തിൻ്റെ അംശം അതിലുണ്ട്. അങ്ങനെ സാക്ഷാൽ ശങ്കരഭഗവത്പാദരുടെ കുലദേവതമായ ശ്രീകൃഷ്ണനാണ് ഇവിടെ ഇന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ കുലദേവതാ സങ്കല്പം കാവ്യങ്ങൾ പരിശോധിച്ചാൽ കാളിദാസൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ മഹാകവികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാവ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെയും മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള കാവ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ പലരും ആ കുലദേവത, നിങ്ങൾ 51 അക്ഷരാളി എന്ന് പറയുന്ന ഒരു ശ്ലോകം, ഈ അക്ഷരശ്ലോകം ചൊല്ലുന്നവരൊക്കെ പഠിച്ചു കാണും. ഊരകത്തമ്മയെ ആണ് ആ തൻ്റെ കുലദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭാഷാ നൈഷധം ചമ്പു എന്നുള്ള കാവ്യത്തിലാണ് ഈ ശ്ലോകം വരുന്നത്. 51 അക്ഷരാളി കലിതതന് തേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോട് പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൽ താർ ബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യ ലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്ന് തൃശ്ശൂരിലെ അടുത്തുള്ള ആ ഊരകത്തമ്മയെ ആണ് സ്തുതിക്കുന്നത്. കുലദേവതമായിട്ടാണ് അവിടെ സങ്കല്പം എന്നാണ്. ഇങ്ങനെ ഈ കുലദേവതാ സങ്കല്പം ഭാരതത്തിൽ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭാരതം പല സമാനതകളുണ്ട്. കാശ്മീരം മുതൽ കന്യാകുമാരി വരെ നോക്കുക. ഈ അതിവിസ്തൃതമായ നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൽ സമാനതകൾ പലതുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ കുലദേവത സാധാരണ നമ്മുടെ കർമ്മങ്ങളിലൊക്കെ, ഇപ്പോൾ ഇവിടെ ഗണപതി ഹവനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു, ഇവിടെ പരാമർശിച്ചു. ഇതിലൊക്കെ തന്നെ അതിൻ്റെ ആരംഭം, നാന്തി എന്ന് പറയുന്ന ആദ്യത്തെ പ്രാരംഭമായ ഒരു കർമ്മത്തിൽ കുലദേവതകളെ നാം പൂജിക്കേണ്ടതുണ്ട്, കുലദേവതകളെ സങ്കല്പിക്കേണ്ടതുണ്ട്. അവർക്ക് പ്രത്യേകം ഒരു സ്ഥാനം നൽകി, വേറെ ഒന്നും വേണ്ട, കുലദേവതാഭ്യോ നമഃ എന്ന് പറഞ്ഞാൽ മതി. വേറെ പ്രത്യേക പൂജയൊന്നും വേണ്ട. എൻ്റെ കുലദേവതകൾക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ മതി. ഒന്നാണോ രണ്ടാണോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് കുലദേവതാഭ്യ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞത്. കാരണം കുലദേവതകൾക്ക് നമസ്കാരം എന്ന് അത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കർമ്മമാണ്. കാരണം പണ്ടുകാലത്ത് ഈ വിവാഹക്ഷണക്കത്ത്, ഇപ്പോൾ ഇങ്ങനെയൊന്നും അറിയില്ല, കുലദേവതകളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാണ് പണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില നമ്പൂതിരി ഇല്ലങ്ങളിലും ഞങ്ങളുടെ തമിഴ് ബ്രാഹ്മണ ഇതിലും എല്ലാം തന്നെ ഞാൻ പറയുന്നത് 10-60-70 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. വിവാഹക്ഷണക്കത്തൊക്കെ പറയുമ്പോൾ ആദ്യം അവരെ എഴുതുന്നത് കുലദേവതകൾക്ക് നമസ്കാരം, കുലദേവതകളുടെ തുണ എന്ന് എന്തെങ്കിലും രീതിയിൽ അത് പരാമർശിച്ചുകൊണ്ടാണ് അവരെഴുതിയിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു മംഗളകാര്യത്തിനും നാം പുറപ്പെടുമ്പോൾ ആദ്യം സാധാരണ ഗണപതിക്ക് കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ, ഗണപതിക്ക് കുറിക്കുക എന്നൊക്കെ, അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ കുലദേവത എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ കുലദേവത, ഞങ്ങളൊക്കെ
തമിഴ്നാട്ടിൽ നിന്നും വന്ന കൂട്ടരാണ്. 200 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തേക്ക് അന്നത്തെ അവിടുത്തെ ഭരണാധികാരി രാജാക്കന്മാരുടെ ഓരോ കാര്യങ്ങൾക്കുമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പല തമിഴ് ബ്രാഹ്മണരും കുടിയേറി. അങ്ങനെ 250 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളാണ്. ഞങ്ങളുടെ കുലദേവത എപ്പോഴും തിരുനെൽവേലി ജില്ലയിലാണ്. സന്ദർഭവശാൽ പറയട്ടെ, ഞങ്ങളുടെ ആ കുലദേവതയുടെ ആ ക്ഷേത്രം പൂർണ്ണ പുഷ്കലാംബ സമേത ഹരിഹരപുത്രസ്വാമി സാക്ഷാത് അയ്യപ്പനാണ്. അവിടെ കഴിഞ്ഞ ഈ ജൂലൈ മാസം 14 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം ഞങ്ങളെല്ലാവരും പോയി അവിടെ നടത്തി ഭഗവാനത് സമർപ്പിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം 12 കൊല്ലത്തിലൊരിക്കൽ വേണ്ടതാണ്. ആ കൊറോണ കാലഘട്ടമായിരുന്നുകൊണ്ട് 2 കൊല്ലത്തേക്ക് അത് നീങ്ങിപ്പോയി. ഞങ്ങൾക്കൊക്കെ ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം അത് നടത്താനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമല്ല, യാദവന്മാരെന്ന് പറയുന്ന വളരെ ജനസംഖ്യ കൂടുതലുള്ളതായ ആ അവർക്കെല്ലാം കുലദേവത ആ അയ്യപ്പനാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ജാതി വർണ്ണ വിഭാഗങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു കുലദേവത സങ്കല്പം. ഇതിൽ നിന്നും തിരിച്ച് അങ്ങോട്ട് പോകാം. നമുക്ക് ഇൻഡക്റ്റീവ് ലോജിക്കിൽ തിരിച്ചു പോകാം. എല്ലാവരും ഒരേ ഇതിലായിരുന്നു. പിൽക്കാലത്ത് ചില പ്രത്യേകതകൾ കൊണ്ട് ഇങ്ങനെ ജാതി വർണ്ണ വ്യത്യാസങ്ങളൊക്കെ രൂപാന്തരപ്പെട്ടു എന്ന് പറയാം. തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും കുലദേവത ഒന്നാണെന്ന് കിട്ടുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് പലതും പറയാനുണ്ട്. എന്താണ് കുലദേവത, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഏത് രൂപത്തിലാണ്? കാരണം കുലദേവത ഇപ്പോൾ ശബരിമലയിൽ സാക്ഷാത് അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ്, ശബരിമല ധർമ്മശാസ്താവ് യോഗ സിദ്ധനായിട്ടാണ് അവിടെ സ്ഥിതി. അതുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ വന്നത്. ഒക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്ക് തളി രാജരാജേശ്വര ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ ക്ഷേത്രത്തിനകത്ത്. കാരണം അതൊരു എത്രയോ കൊല്ലങ്ങളായിട്ട് നടന്നു വന്നിട്ടുള്ളതാണ്. തൃച്ചംബരം ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കംസനെ കൊല്ലാൻ വേണ്ടി അങ്ങ് മധുരയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുവലയാപീഠം എന്ന് പറഞ്ഞ തൻ്റെ ആനയ്ക്ക് ഇത്തിരി മരുന്നൊക്കെ കൊടുത്ത് മദ്യമൊക്കെ കൊടുത്ത് ശ്രീകൃഷ്ണനെ കണ്ടാൽ അടിച്ചു കൊല്ലണമെന്നും പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു എന്നാണ്. ഭഗവാൻ അതിൻ്റെ മസ്തകത്തിൽ ഒരു അടി കൊടുത്തു. കുവലയാപീഠം ഇല്ലാതായി. ആ ഒരു സാന്നിധ്യത്തിലുള്ള പ്രതിഷ്ഠയാണ് തൃച്ചംബരത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ആന പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഇല്ലാത്തത്. അപ്പം ഇത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ട്. എല്ലാത്തിനും ലോജിക്ക് മാത്രം പറഞ്ഞുകൊണ്ട് യുക്തി മാത്രം, ഈ യുക്തിവാദം എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും പ്രയോഗിക്കുന്നത്. അപ്പോൾ കുലദേവതകളുടെ അനുഗ്രഹം എല്ലാ കർമ്മങ്ങൾക്കും നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ആ കർമ്മങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നത്. ഈ കുലദേവത ആരാധനാക്രമം അത് ഓരോന്നുമുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഈ സഭയുടെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇതിൽ ആചാര്യന്മാർ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുരുവായി നാം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. ഗുരു പറയുന്നത് പിന്നെ അതങ്ങ് അനുസരിക്കുക എന്നുള്ളതാണ്. അതും നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണ്. ഈ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അവിടുത്തെ പ്രൊഫസർമാരെയൊക്കെ മിസ്റ്റർ ജോൺസൺ എന്നൊക്കെ വിളിക്കാം. നമുക്കിപ്പോഴും ആ ഒരു എത്ര തന്നെ നമ്മൾ പാശ്ചാത്യരെ അനുകരിച്ചാലും ഇപ്പോഴും അത് വന്നിട്ടില്ല. മാഷ എന്നുള്ള വിളി ഇപ്പോഴും ഉണ്ട്. ഈ എന്നത്തേക്കാണോ ഇത് മാറുന്നത് എന്നുള്ളത് അറിയില്ല. ഇപ്പോഴും നാം സാറെന്നോ മാഷെന്നോ നാം കോളേജിലും സ്കൂളിലും ഒക്കെ അധ്യാപകരെ നാം ബഹുമാനത്തോടു കൂടിയേ നാം പറയുന്നുള്ളൂ. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ എന്നും ഈ പൗരസ്ത്യവും പാശ്ചാത്യവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് എന്നും വ്യത്യാസമുണ്ട്. അവരൊക്കെ തികഞ്ഞ ഭൗതികവാദികളാണ്. അവർക്ക്
ഭുക്തി എന്ന് പറയുന്ന, അതായത് ഭോഗം, അനുഭവം, വിഷയസുഖങ്ങൾ അനുഭവിക്കുക, ഇതിലേക്ക് മാത്രമാണ് അവരുടെ ഊന്നൽ എന്നുമുള്ളത്. നമുക്കങ്ങനെയല്ല. ഭൗതികമായ ആവശ്യങ്ങൾ ഒരു പരിധിവരെ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഭുക്തി മാത്രമല്ല, മുക്തി എന്ന് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയം കൂടി, ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ഇത് മനസ്സിലാക്കിയതാണ് പല അപകടങ്ങളും വന്നു ചേരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആചാര്യന്മാർ തുടങ്ങി ഇതുപോലെ കൂട്ടായ്മകളിലൂടെ ശിഷ്യന്മാർക്ക് ഈ ഉപദേശം നൽകി, ഈ ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞ ഭുക്തിയും മുക്തിയും എങ്ങനെ വേണം എന്നുള്ളത് അതിൻ്റെ തോതും നിശ്ചയിച്ചു കൊണ്ടുള്ളതായ ആ ഒരു മാർഗത്തിലേക്ക് ശിഷ്യന്മാരെ നയിക്കാനുള്ള ഈ സംരംഭങ്ങൾ, ഇതെല്ലാം തന്നെ ഈശ്വര ആരാധനയ്ക്കുള്ള, നമ്മുടെ ജന്മം സാർത്ഥകമാക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള ഒരു സന്ദർഭം തന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള പരിപാടികൾ നടക്കാൻ ഉള്ള സമയം ആയി എന്നുള്ള സൂചന കിട്ടിയതുകൊണ്ടും ഞാൻ തൽക്കാലം ഞാനിത് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കുലദേവതകളുടെയും നമ്മുടെ ജഗദ്ഗുരു പരമ്പരയുടെയും എല്ലാം അനുഗ്രഹം നമുക്ക് എന്നും എന്നും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇത് ഉപസംഹരിക്കുന്നു. നമസ്കാരം.